നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൽ കർക്കിടക മാസം അത്യന്തം വിശേഷപ്പെട്ട ഒരു മാസമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ചന്ദ്രന്റെ സ്വാധീനവും നക്ഷത്രങ്ങളുടെ ചലനവും മനുഷ്യ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓം നമഃ ശിവായ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ. ഇന്നത്തെ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നത് കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. അതായത് ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു മാസത്തെ സമ്പൂർണ്ണ ഫലം. നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും വിശേഷ ഫലങ്ങളെ കാണാം. ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് തൊഴിൽപരമായി നേട്ടമുണ്ടാകുന്ന സമയമാണ്. വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അനുമോദനങ്ങളും പ്രശംസയും ഒക്കെ പിടിച്ചു പറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഉദര സംബന്ധമായിട്ടുള്ള ചില വൈഷമ്യങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഭക്ഷണക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട മാസം കൂടിയാണ്. അതോടൊപ്പം തന്നെ ദാമ്പത്യ കലഹമുണ്ടായി അതൊക്കെ മനോവിഷമത്തിന് കാരണമാകാനുള്ള സാധ്യതകളുണ്ട്. വാക്കും പ്രവൃത്തിയും ഇത്തരത്തിൽ നിയന്ത്രിക്കുക. അതായത് ദമ്പതികൾ രമ്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ശ്രദ്ധ കൊടുക്കുക. ജീവിതം ഒരു യാത്രയാണ്. അജ്ഞാതമായിട്ടുള്ള വഴികളിലൂടെ നക്ഷത്രങ്ങൾ നമ്മെ നയിക്കുകയാണ്. കർക്കിടക മാസത്തിൽ ചന്ദ്രന്റെ ആധിപത്യം ശക്തമായ മാസമാണ്. ഭക്തിയും ആത്മവിശ്വാസവും കർമ്മഫലങ്ങളെ തുറന്ന കാഴ്ചയായി നിങ്ങളിൽ എത്തിക്കുന്ന ഒരു വിശുദ്ധ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് തൊഴിൽ നേട്ടവും വരുമാന വർധനവും കടബാധ്യതകളിൽ നിന്ന് മോചനങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ പോലും ദമ്പതികൾ തമ്മിൽ സഹകരണം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുമെങ്കിലും അതൊക്കെ ഒടുവിൽ ദൈവാധീനത്തിന്റെ ഫലമായി എല്ലാം ശരിയായി വരുന്നതാണ്. ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും ഒരേപോലെ അനുഭവപ്പെടുന്ന മാസമാണ്. അതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ ബന്ധുമിത്രാദികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കരുതലെടുത്ത് മുന്നോട്ട് പോവുക. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. എന്നാൽ ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടാതെ ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അതൊക്കെ കഴിഞ്ഞ് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചിലവുകൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് കടബാധ്യതകളൊക്കെ തീർക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ശ്രമം നടത്തുക. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. കോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആമുഖമായി പറയാനുള്ളത്. കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് മിഥുനക്കൂറുകാർക്ക് അക്ഷീണം പ്രയത്നിക്കാനുള്ള മനസ്സുണ്ടാകുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആദ്യം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെട്ടേക്കാം. ഈശ്വരചിന്ത പൊതുവെ വർദ്ധിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ് എന്ന് ആമുഖമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ആപത്തുകളും ഒഴിഞ്ഞു മാറുന്നതുമാണ്. പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കോപം നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. മാതാവിന്റെ സഹായം വർദ്ധിക്കുന്നതാണ്. ഉന്നത ബന്ധങ്ങളൊക്കെ പ്രയോജനപ്പെടുന്ന കാലമാണ്. ഇനി നമുക്ക് കർക്കിടക കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാർക്ക് അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം മനസ്സിന് വിഷമകരമാകുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്.
ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തുക. പല കാര്യങ്ങളിലും ഉദാസീനത കാണിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആലസ്യം വെടിഞ്ഞ് ഉന്മേഷത്തോടുകൂടി പ്രവർത്തിച്ചാൽ കർക്കിടകക്കൂറുകാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ: കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക എന്നതും, സാമ്പത്തിക നഷ്ട സാധ്യതകളെ കരുതിയിരിക്കുക എന്നതും, ദാമ്പത്യത്തിലെ അസന്തോഷത്തെ കരുതിയിരിക്കുക എന്നതുമാണ്. കർക്കിടകക്കൂറുകാർ ജീവിത വിജയത്തിനായി ഈ മാസം ഉത്സാഹം നിലനിർത്തുക, അലസത ഒഴിവാക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയുകയാണ്. ധനലാഭം, ഭൂമി, വാഹനം എന്നിവയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും രോഗസാധ്യതയും ശരീരത്തിൽ മുറിവുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് നമുക്ക് കടക്കാം. ചിങ്ങക്കൂറുകാർക്ക് സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ് ഈ കർക്കിടക മാസം. ഭൂമി, വാഹനം എന്നിവ വാങ്ങാനുള്ള ലാഭം ഉണ്ടാകുന്നതാണ്. പല മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാനുള്ള യോഗം ഉണ്ടാകും. എന്നിരുന്നാലും കരുതലോടുകൂടി മാത്രം ധനം ചിലവാക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗം ശല്യപ്പെടുത്തിയേക്കാം. യുക്തിസഹമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമാകുന്നതുമാണ്. ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകുന്ന മാസമാണ്. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ കരുതിയിരിക്കുക. മുറിവ്, ചതവ് എന്നിവയൊക്കെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും കരുതലെടുക്കുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് തക്കതായിട്ടുള്ള ഉദ്യോഗം കിട്ടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തനിക്കോ കുടുംബത്തിൽ മറ്റുള്ള അംഗങ്ങൾക്കോ ഒക്കെ നല്ല വിവാഹ ബന്ധത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളും ഒക്കെ വഴി ബന്ധുബലം വർദ്ധിക്കുന്നതുമാണ്. വീണ്ടും വിചാരമില്ലാതെ കന്നിക്കൂറുകാർ ഒന്നും ചെയ്യാതിരിക്കുക. പ്രവർത്തന മികവ് കൊണ്ട് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. വിവിധ സേവന മേഖലയിലുള്ള സേനാ അംഗങ്ങൾക്കുമൊക്കെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ കന്നിക്കൂറുകാർക്ക് സ്വജനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയമാണ്. കാര്യവിജയം, ധനാഗമം എന്നിവ ഈ മാസം ഉണ്ടാകുന്നതാണ്. അതിഥി സൽക്കാരം, ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നീ കാര്യങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടാകുന്ന മാസമാണ്. കന്നിക്കൂറുകാർ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. കന്നിക്കൂറുകാർക്ക് വിദ്യാഭ്യാസ വിജയം ഉണ്ടാകുന്നതാണ്. ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് കന്നിക്കൂറുകാർ മറക്കാതെ മുന്നോട്ട് പോകുക. വിജയം കർക്കിടക മാസത്തിൽ നിങ്ങളെ തേടിയെത്തും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം. തുലാക്കൂറുകാർക്ക് പുതിയ വീട് വെക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വാക്കുകളൊക്കെ കരുതലെടുത്ത് പ്രയോഗിക്കുക. തുലാക്കൂറുകാർക്ക് പുതിയ വീട്, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള ലഭ്യതകളൊക്കെ തന്നെ മനസ്സിന് സന്തോഷം പകരുന്നതാണ്. അധികാരികളുടെ പ്രീതി നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇടയ്ക്ക് ചെറിയ തോതിൽ ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാം. കരുതലെടുക്കുക. ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും ചെറിയ അവഗണനകളൊക്കെ ഉണ്ടായേക്കാം. ദാനധർമ്മങ്ങൾ തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്യുവാനോ അതിലൊക്കെ പങ്കാളികളാകാനുള്ള അവസരങ്ങളോ ഒക്കെ വന്നേക്കാം. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന സമയമാണ്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കലഹിക്കേണ്ടതായിട്ടോ അധികം സംസാരിക്കേണ്ടതായിട്ടോ ഉള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ പറ്റുന്ന മാസമാണ്. വ്യാപാര രംഗത്ത് സൂക്ഷ്മത പ്രദർശിപ്പിക്കുന്നതാണ്. എന്നാൽ തുലാക്കൂറുകാർ പരദൂഷണം പറയാനും മറ്റുള്ളവരോട് ശത്രുത പുലർത്തി വെക്കാനും ഒക്കെയുള്ള ത്വരയെ നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാപാരത്തിൽ ചെറിയ നഷ്ടം നേരിട്ടേക്കാം. കാർഷിക വിളകൾക്ക് നാശമുണ്ടാകാം. വാഗ്ദാനം പാലിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാതെ വന്നേക്കാം. കുടുംബസുഖം നിലനിർത്തുന്നതിന് പ്രത്യേക ശ്രദ്ധയും സംയമനവും ആവശ്യമാണ്. ദൂരയാത്രകൾ കഴിവതും കുറയ്ക്കേണ്ടതാണ്. ദൈവാധീനം മൂലം കാര്യങ്ങളൊക്കെ പതുക്കെ അനുകൂലമാകുന്നതാണ്. ആകസ്മികമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വൃശ്ചികക്കൂറുകാർ
എടുത്തു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറഞ്ഞു പോകാം. ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ പൊതുവെ കുറയ്ക്കുക. എന്നിരുന്നാലും മാസാവസാനത്തോടുകൂടി ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ആദ്യം പറഞ്ഞ് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. ധനുക്കൂറുകാർക്ക് ഇത് പ്രയാസകാലമാണ്. ബന്ധങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്, കരുതലെടുക്കുക. ഈശ്വര പ്രാർത്ഥന, ജപം ഇവയൊക്കെ ശക്തമാക്കുക. മൊത്തത്തിൽ പ്രയാസങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മുന്നേറണമെന്നില്ല. ബന്ധുമിത്രാദികളുമായി കലഹിക്കാതെ ശ്രദ്ധിക്കുക. സമ്പാദ്യങ്ങളൊക്കെ അത്യാവശ്യ ഘട്ടത്തിൽ ചില അത്യാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. യാത്രകൾക്ക് ആവശ്യമായി വരും. നയപരമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. വിവാഹാലോചനകൾക്കും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾക്കുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മകരക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിൽ അല്പം കാലതാമസങ്ങളൊക്കെ നേരിട്ടേക്കാം. എന്നിരുന്നാലും കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കോടതിയിൽ കേസുകളൊക്കെ നിലനിൽക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളിൽ വിജയം നേടുന്നതാണ്. വിവാഹമോചന കേസുകളൊക്കെ ഒത്തുതീർപ്പിനായി ശ്രമിക്കുന്ന കാലമാണ്. അതിനനുകൂല സമയമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും രോഗാരിഷ്ടതകൾ കൊണ്ട് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ പൊതുവെ ലഭിക്കുന്നതാണ്. ഉമാമഹേശ്വര പ്രീതി, ദാമ്പത്യ കലഹമുള്ളവർ നിശ്ചയമായും ഈ മാസത്തിൽ ചെയ്യുക. മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. കോടതി കാര്യങ്ങളിൽ വിജയസാധ്യതയുണ്ട്. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങളെ കരുതിയിരിക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2/2 പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ ആദ്യം പറഞ്ഞ് നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. കുംഭക്കൂറുകാർക്ക് ധനവളർച്ച ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ ചെലവ് കൂടുന്നതാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. ധനാഗമ മാർഗത്തോടൊപ്പം ചെലവുകളും വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചെലവുകളൊക്കെ നിയന്ത്രിക്കുക. തൊഴിൽ കാര്യത്തിൽ പ്രതീക്ഷ വർദ്ധിക്കുന്ന സമയമാണ്. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാലമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പനി, നീർക്കെട്ട് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തർക്ക വിഷയത്തിൽ അനാവശ്യ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. മധ്യസ്ഥതയ്ക്കും ഈ മാസത്തിൽ പോകാതിരിക്കുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാർക്ക് ഈശ്വരാധീനം കൂടുതൽ ഉണ്ടാകുന്ന മാസമാണ്. എന്നിരുന്നാലും പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. സ്വന്തക്കാരുടെ ഇടപാടുകളിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആലോചിക്കാതെയുള്ള എടുത്തിയാട്ടങ്ങൾ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിയുമായി സ്നേഹത്തോടെ സൗമ്യമായി ഇടപെടുക. യാത്ര ആരംഭിക്കുമ്പോൾ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മാത്രം പോകുക. മീനക്കൂറുകാർ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന പക്ഷം ശ്രേഷ്ഠമായ ജീവിതം ലഭിക്കുന്ന മാസമാണ് കർക്കിടക മാസം. പൊതുവെ മീനക്കൂറുകാരെ കുറിച്ച് പറഞ്ഞാൽ ദൈവാനുഗ്രഹമുള്ള മാസമാണ്. പരിശ്രമം ഫലം ലഭിക്കുന്ന സമയമാണ്. എന്നാൽ സാമ്പത്തിക ശ്രദ്ധ ആവശ്യമാണ്. കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതെ മുന്നോട്ട് പോകുക, വിജയം ഉണ്ടാകും. കർക്കിടക മാസത്തിൽ എല്ലാവരും പൊതുവായിട്ട് ചെയ്യേണ്ട പരിഹാരത്തെ നമുക്ക് പറഞ്ഞു പോകാം. എല്ലാ ദിവസവും ദീപം തെളിയിക്കുക, അതൊരു ശീലമാക്കുക. മഹാവിഷ്ണുവിനെയും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുക. നിത്യം രാമായണം പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുക. ഓം നമഃശിവായ മന്ത്രത്തെ നിത്യം ജപിക്കുക. നമ്മുടെ ജീവിതം എന്നത് നക്ഷത്രങ്ങൾ എഴുതുന്ന ഒരു കഥയാണ്. പക്ഷെ അത് വായിച്ച് മുന്നോട്ട് പോകേണ്ടത് മനുഷ്യന്റെ ധർമ്മമാണ്. ജ്യോതിഷം എന്നത് ഭയം വരുത്താനുള്ള ശാസ്ത്രമല്ല, ഒരു മാർഗദർശനമാണ്. ശരിയായ കർമ്മവും വിശ്വാസവും ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഏത് ദോഷഫലത്തെയും നമുക്ക് ശുഭഫലങ്ങളാക്കി മാറ്റാൻ സാധിക്കും. സർവം മംഗളം ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.